എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുക അപ്ലോഡ് ആക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സൺഡേയിൽ വീഡിയോ ഇട്ടിട്ട് ഈ ഒരു സൺഡേ എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുത്ത് ട്യൂസ്ഡേ ആയിരിക്കും ഇടുന്നുണ്ടാവുക. പക്ഷേ എന്നും രാവിലത്തെ പോലെ തന്നെ സൺഡേ രാവിലെ എഴുന്നേറ്റ് ഓട്സ് ഉണ്ടാക്കി ചെറിയ ആൾക്ക് പാലും മുട്ട പുഴുങ്ങിയതും, മൂത്താൾക്ക് ഓട്സും മുട്ട പുഴുങ്ങിയതും, ഹസ്ബൻഡിനും അങ്ങനെ തന്നെ കേട്ടോ. തിങ്കൾ ടു സാറ്റർഡേ വരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ചപ്പാത്തി, ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പിന്നെ ഏകദേശം 12:30 ആകുമ്പോഴേക്കും സൺഡേയിൽ ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അതായത് ലേറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റല്ലേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാരണം ഹസ്ബൻഡും മക്കളുണ്ട്, ഭയങ്കര ഫ്രീ ആണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ 4 മണിക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു ഹറിബറി എന്തൊക്കെയോ എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടൊക്കെ നല്ല തലവേദനയും വരാറുണ്ട്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. കാരണം ട്രൈപോഡ് വീഴുന്ന ആകെ ഹറിബറിയിൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മക്കളുടെ ടിഫിൻ ആക്കണം. ഇന്ന് തന്നെ ഇപ്പോൾ ലഞ്ച് ബോക്സ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. വീഡിയോ എടുക്കാൻ മറ്റുള്ളതിൽ, അതായത് ഇന്ന് രാവിലെ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ട്രൈപോഡ് വീണു. കാരണം എല്ലാ സംഭവങ്ങളും കുക്ക് ചെയ്ത് അവിടെ കൊണ്ടുവെക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ട്രൈപോഡ് വീണു പോവുകയാണ്. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഈ ഒരു എന്താ പറയുക, നാളെ എന്നുള്ളത് വെറും ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇന്ന് മാത്രമേ, ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേദനയായിട്ടുള്ളൊരു കാര്യം, വാൽപ്പാറ അപകടം അല്ലേ. അവരങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ്. അവരുടെ എല്ലാവരുടെയും എന്താ പറയുക, ഖബർ സ്വർഗ്ഗമാക്കട്ടെ, അവരുടെ ഫാമിലിക്കും കുടുംബത്തിനൊക്കെ ഒരു സമാധാനം നൽകട്ടെ എന്നല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നും പറ്റില്ലല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും നാളെ എന്നുള്ളത് അല്ല, എന്താ പറയുക, ഇന്ന് ഉറങ്ങിയ നാളെ എഴുന്നേൽക്കുമോ എന്നുള്ളത് വെറും ഒരു പ്രതീക്ഷ മാത്രമാണ്. ഒരു 3 വർഷം മുമ്പുള്ള ഒരു നോമ്പിന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ അറ്റാക്കായിട്ട് മരിക്കുന്നുണ്ടായിരുന്നു. അധികം പ്രായമൊന്നുമില്ല, 33 വയസ്സിൽ. ആ ഒരു സമയത്ത് എന്താ പറയുക, ശരിക്കും കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തന്നെയാണ് കേട്ടോ. അതായത് നമ്മളൊന്നിലും അഹങ്കരിക്കരുത്, ഒരാളെയും കളിയാക്കരുത്, ആരെയും വേദനിപ്പിക്കാതെ ഒരു അവസാന സമയം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് കുറ്റബോധമില്ലാതെ ജീവിക്കാൻ, നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ പറ്റുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ്. കുട്ടിക്കാലങ്ങളിൽ ഞാൻ എപ്പോഴും ഒരുപാട് സംസാരിക്കുമ്പോൾ എന്താണെന്ന് പോലും ചിന്തിക്കാറില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. കാരണം നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരുത്താനായിട്ട് ശ്രമിക്കണം. നമുക്ക് തിരുത്താൻ ദൈവം ഒരുപാട് സമയം തരും. ആ സമയം നമ്മൾ തിരുത്താതെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് ചതിച്ച് പറ്റിച്ച് ജീവിക്കുമ്പോൾ പിന്നീടൊരു സമയം നമുക്ക് തിരുത്താൻ കിട്ടില്ല. ആ സമയത്ത് നമ്മൾ വേദനിച്ച് ആ ഒരു എൻഡിൽ അങ്ങനെ വേദനിച്ച് മരിക്കുമല്ലേ. എന്തിനാണ് വെറുതെ അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മ നമ്മുടെ മക്കളിലോട്ട് എത്തിപ്പെടും. ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയിലും ഒരുപോലെ ആകുമ്പോൾ ആവർത്തന വ്യത്യസ്തത വരുന്നുണ്ടോ, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ് കേട്ടോ. അങ്ങനെ സൺഡേ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ദിവസത്തെ ആ ഒരു എന്താ പറയുക, ഓട്ടപ്പാച്ചിലിൻ്റെ അവസാനത്തെ ദിവസമല്ലേ. അന്ന് എന്തൊക്കെ പറഞ്ഞാലും ഒരു മടിയാണോ വയ്യായ്ക പോലെ ഫീൽ ചെയ്യുന്നതാണോ എന്താണെന്നറിയില്ല. ഭയങ്കര കാലുവേദന, തലവേദന, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ചോറ്, മോരുകറി, ചീരുപ്പേരി ഒക്കെ സിമ്പിളായിട്ടുള്ളതാണ്. എന്നാൽ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ, അങ്ങനെ ഞാൻ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആവലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ഒരു ദിവസത്തിൽ മുട്ട, പാല്, അതേപോലെ തന്നെ പച്ചക്കറികൾ, ഫിഷ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഹെൽത്തി ഫുഡ് എന്ന് പറയുന്ന പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പണ്ടേ പറഞ്ഞ പോലെ ഞാനൊരു നൊസ്റ്റാൾജിയുടെ ആളായതുകൊണ്ട് തന്നെ ചീര എൻ്റെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ മോരുകറി എപ്പോഴും എൻ്റെ ഉമ്മ ഉണ്ടാക്കാറുണ്ട്. ചീര പിന്നെ നമ്മുടെ പറമ്പിൽ കുറേ എങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അന്നൊക്കെ പൂട്ടിയിട്ട് ബാലേട്ടൻ വന്ന് പൂട്ടും. പിന്നെ അതിലിങ്ങനെ പയറൊക്കെ ഇങ്ങനെ മുളപ്പിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പയറിൻ്റെ ഇലയും ചീരയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു കാട്ടുചീര എപ്പോഴും ഉപ്പേരി വെക്കാറുണ്ട്. അപ്പോൾ നൊസ്റ്റാൾജി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഫുഡുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡിന് വല്ലപ്പോഴൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ ഉണ്ടാക്കിയ മോരുകറിയും ഉപ്പേരിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസ് ആയിട്ട് വരണ്ട കേട്ടോ. ഓക്കെ.